മാർ തോമസ് കുര്യാളശ്ശേരിയുടെ സ്മരണയ്ക്കായി ചങ്ങനാശ്ശേരി അതിരൂപത ഏർപ്പെടുത്തിയ മദ്യവിരുദ്ധ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിന് സമ്മാനിച്ചു. മദ്യപാനത്തിനെതിരായ ബോധവൽക്കരണവുമായി ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത കുടിയേല ജീവിതം പരമ്പരയാണ് പുരസ്കാരത്തിന് അർഹമായത്. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി കുടിയേല ജീവിതം പരമ്പരയെ മുക്തകണ്ഠം പ്രശംസിച്ചാണ് KPCC അധ്യക്ഷൻ പുരസ്കാരം നൽകിയത്. മാധ്യമപ്രവർത്തനത്തിന്റെ മഹനീയ മാതൃകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കാട്ടിയതെന്നും കുടിയേല ജീവിതം പരമ്പര സമൂഹം ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഈ അംഗീകാരമെന്നും സുധീരൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S. ബിജു പുരസ്കാരം ഏറ്റുവാങ്ങി. കുടിയേല ജീവിതത്തിലൂടെ ആ നല്ല സംരംഭത്തിലൂടെ നല്ലൊരു പശ്ചാത്തലം ഒരുക്കി മനുഷ്യർക്ക് ചിന്തിക്കാൻ അവസരം നൽകുകയും അവരെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രേരകമായ നിരവധി എപ്പിസോഡുകൾ അവതരിപ്പിച്ചുകൊണ്ട് അതിന് കളമൊരുക്കിയ ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കൂടുതൽ ഉണ്ടാകട്ടെ. അതൊക്കെ നാം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചെയ്യുന്നതിനെ സമൂഹം അംഗീകരിക്കുന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഫലമില്ലെന്നും മദ്യനിരോധനം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരാണ് കാട്ടേണ്ടതെന്നും മാർ ജോസഫ് പൗവത്തിൽ പറഞ്ഞു. ചടങ്ങിൽ KCBC മദ്യവർജന സമിതി ഡയറക്ടർ ഫാദർ തോമസ് കൊച്ചളേച്ചംകുളം, വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ശ്രീധരൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.